ആരംഭിച്ച ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലെയും തിരഞ്ഞെടുപ്പ് ഫണ്ട് ഓഡിറ്റ് ചെയ്യും. സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ്, ജോയിന്റ് ട്രഷറർ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഡിറ്റ് ചെയ്യുക. അതിനിടയിൽ പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചു. ആറന്മുള മണ്ഡലത്തിലും വൻ തട്ടിപ്പ് നടന്നതായാണ് നേതാവിന്റെ പരാതി. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേന്ദ്രം വെറുതെ നൽകിയ കൊടിതോരണങ്ങൾക്ക് പോലും താഴെത്തട്ടിൽ പണം ഉണ്ടാക്കി എന്ന കണ്ടെത്തൽ വരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് മുറികൾ കൂട്ടമായി ബുക്ക് ചെയ്ത് പണം തട്ടിച്ചു എന്ന പരാതികൾ വരുന്നു. വാഹനങ്ങൾ അമിതമായി ഒരുപാട് ദൂരം ഓടി എന്ന കൃത്രിമ രേഖ ചമച്ചുകൊണ്ട് തട്ടിപ്പ് നടന്നു എന്ന പരാതികൾ വരുന്നു. അങ്ങനെ സംസ്ഥാന ബി ജെ പിയെ പ്രതിരോധത്തിലാകുന്ന പരാതികളുടെ ഒരു കൂമ്പാരമാണ്. എങ്ങനെയാണ് നടപടികളുമായിട്ടുള്ള ബി ജെ പിയുടെ പോക്ക്? ഗുഡ് മോർണിംഗ് സേതു. പറഞ്ഞ പോലെ തന്നെ സമാനതകളില്ലാത്ത തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ആരോപണങ്ങളാണ് ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സേതു പറഞ്ഞതുപോലെ അതെല്ലാം ഉയർന്നു വന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അന്ന് ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ഓഡിറ്റിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന്റെ ഓഡിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസനാണ് അതിന്റെ ചുമതല. അദ്ദേഹം ഓഡിറ്റിംഗ് ആരംഭിച്ചു. അതിനുശേഷം മറ്റ് ജില്ലകളിൽ, ബാക്കിയുള്ള ജില്ലകളിൽ, അത് വടക്കൻ ജില്ലകളിൽ ജോയിന്റ് ട്രഷറർക്കാണ്, അനൂപിനാണ് ചുമതല. അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പ് ഓഡിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള പരാതികളാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. വൻ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്നാണ് നേതാക്കൾ തന്നെ, ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. എല്ലാ മണ്ഡല കമ്മിറ്റികളിലേക്കും കൊടുത്തിട്ടുള്ള ഫണ്ടിൽ, അതിന്റെ വിനിയോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് ആളുകൾ തട്ടിയെടുക്കുകയും ഈ പറയുന്ന ഈ കാര്യങ്ങൾ, പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ അതിനെല്ലാം തന്നെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സ്ഥാനാർത്ഥിക്ക് പണം നൽകിയിരുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി നൽകിയ പണമാണ്. അപ്പോൾ അതിനകത്തൊക്കെ സ്ഥാനാർത്ഥിക്ക് നിശ്ചയിച്ച തുക എത്തിക്കാതെ അതിനകത്ത് മുക്കിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്താൻ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. എന്തായാലും കേന്ദ്ര നേതൃത്വം വളരെ അല്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് പുറമെ മറ്റു ജില്ലകളിൽ നിന്ന് ഇപ്പോൾ പരാതി, ഇപ്പം പത്തനംതിട്ട, അതോടൊപ്പം തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നെല്ലാം വലിയ തോതിൽ നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന ഒരു പരാതി, ഇപ്പോൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരാതി. അവിടെ കുമ്മനം രാജശേഖരനായിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന് വളരെ സജീവമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ഒരു വനിതാ നേതാവ് സംസ്ഥാന അധ്യക്ഷന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആരോപണമായി വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ടീഷർട്ട്, ഒരു ആരോപണം, ടീഷർട്ട് അടിക്കാൻ വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ടീഷർട്ട് അടിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. അത് ഇതുവരെയും ടീഷർട്ട് വന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഫണ്ടിനെ കുറിച്ച് ഒരു വിവരവുമില്ല. പിന്നീട് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അത്തരം സാമഗ്രികളൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ അത് പിന്നീട് വരികയോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയോ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ ബൂത്തിലേക്കും കൊടുക്കേണ്ട ഫണ്ട്, നിശ്ചിത ഫണ്ട് ഉണ്ടായിരുന്നു, അത് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതികളുടെ നീണ്ട നിര തന്നെയാണ് ആ പരാതിയിൽ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പാലക്കാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെന്മാറ മണ്ഡലത്തിൽ, അവിടെ ഘടകകക്ഷിയാണ് മത്സരിച്ചത്. ആ ഫണ്ട്, അവിടേക്ക് ഈ പാർട്ടി കൊടുത്തിട്ടുള്ള ഫണ്ടിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നു, തട്ടിപ്പ് നടന്നു എന്നുള്ള ആരോപണമുണ്ട്. തൃശൂർ ജില്ലയിലാണെങ്കിൽ കോടികളാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. എന്തായാലും പാർട്ടി അതെല്ലാം അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും സമ്പൂർണ്ണ ഓഡിറ്റിംഗ് നടത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ശരി, ഓക്കെ. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.